മലകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന മസൂരിയിലെ സൺസെറ്റ് കാണാൻ വേണ്ടി ഞങ്ങൾ ഈവനിങ് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഒരു ബൈക്ക് റൈഡ് നടത്തി. അതും സെലാക്കി എന്ന് പറഞ്ഞ ഡെറാഡൂണിനടുത്തുള്ള സ്ഥലത്ത് ജോലിക്ക് വന്നിരുന്ന ഞാൻ അവിടുന്ന് മസൂരി കാണാനുള്ള അതിയായ ആഗ്രഹത്തിൽ എൻ്റെ ബൈക്ക് എടുത്ത് ഒറ്റ പോക്ക്. ഒരു 4 മണിയാകുമ്പോൾ ഒക്കെ ഞങ്ങൾ അവിടെ എത്തി. ആ മല ഹെയർ പിൻ ബെൻഡൊക്കെ ഞങ്ങൾ കയറാൻ തുടങ്ങി. കയറി ഞങ്ങൾ ചില ബെൻഡുകളുടെ അടുത്തെത്തുമ്പോൾ അങ്ങോട്ട് താഴോട്ടേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ഒക്കെയാണ് നിങ്ങളീ കാണുന്നത്. അതിമനോഹരമായ വ്യൂ ആണ്. അതിമനോഹരം എന്ന് വെച്ചാൽ മലകളുടെ ഭംഗിയും ആകാശത്തിൻ്റെ നീലിമയും എൻ്റെ കണ്ണുകളുടെ ഒരു പ്യൂരിറ്റി ഇല്ലേ, നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന കാഴ്ചയിൽ നിന്നും വ്യത്യസ്തമായി എന്തോ ഒരു ക്ലാരിറ്റി കൂടിയ പോലെ എനിക്ക് തോന്നി. നല്ല കാറ്റുള്ള ആ സായാഹ്നത്തിൽ ഞാൻ മസൂരിയിലെ ഭംഗിയിൽ അവിടുത്തെ അതിമനോഹരമായ ചിത്രങ്ങൾ പകർത്തുകയാണ്. മസൂരിയിലേക്ക് നമ്മൾ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ഹെയർ പിൻ ബെൻഡുകൾ കാണാൻ കഴിയും. അതിൻ്റെയൊക്കെ അരികിലായി ഒരുപാട് ചെറിയ ചെറിയ ചായക്കടകളും ഹോട്ടലുകളും അങ്ങനെ ചെറുങ്ങനെ വണ്ടിയൊക്കെ ഒതുക്കി മലനിരകൾ ആസ്വദിക്കാൻ പറ്റുന്ന ചില സ്പോട്ടുകളുണ്ട്. അത്തരത്തിലുള്ള ചില സ്പോട്ടുകളിലൊക്കെ നിങ്ങൾ നിർത്തി ഇത്തരത്തിൽ നിങ്ങൾക്ക് അതിമനോഹരമായ ആ മസൂരിയിലെ മലനിരകളുടെ ഭംഗികൾ സായാഹ്നത്തിലൊക്കെ ആസ്വദിക്കാൻ കഴിയും. നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന സൂപ്പർ സ്പോട്ടുകളുണ്ട് കേട്ടോ അവിടെ. ഞങ്ങളതൊക്കെ നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഈ ഒരു സ്പോട്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. എൻ്റെ ക്യാമറയിലൊക്കെ അതിൻ്റെ 100-ൽ 1 അംശം മാത്രമേ എനിക്ക് പകർത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അത്രത്തോളം ഭംഗിയുള്ള അതിമനോഹരമായ മലനിരകളാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അസ്തമയ സൂര്യനെ നോക്കി നമുക്ക് ചായ കുടിക്കാൻ കഴിയുന്ന ഒരുപാട് സ്പോട്ടുകൾ ആ ഹെയർ പിൻ ബെന്നിൻ്റെ അരികത്തായി നിങ്ങൾക്ക് വേണ്ടി കാതോർത്തിരിക്കുന്നുണ്ട്. നിങ്ങളിവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ടൈം നിങ്ങൾ മിസ് ചെയ്യരുത്. സായാഹ്നത്തിൻ്റെ ഈ ഒരു സമയം 4-5 മണിക്കുള്ളിൽ നിങ്ങൾ ഈ ബെൻഡുകൾക്ക് അടുത്തുള്ള ഏതെങ്കിലുമൊക്കെ സ്പോട്ടുകളിൽ വന്ന് ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ് നിങ്ങളെ. ഇന്ന് ഡിസംബർ 3-ാം തീയതി ആയിരിക്കുന്നു. ഇനി അങ്ങോട്ടേക്ക് ഇപ്പം തന്നെ ഇവിടെ നല്ല തണുപ്പാണ്. ഒരു 7-9 ഡിഗ്രി ഒക്കെ സെൽഷ്യസിൽ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. ഇനിയും അങ്ങോട്ട് ഒരു 15-16 ആകുമ്പോഴേക്കും ഇവിടെയൊക്കെ മഞ്ഞ് നിറഞ്ഞ് അത്ര നല്ല തണുപ്പ് അതിശൈത്യം അനുഭവപ്പെടുമെന്നാണ് പറയപ്പെടുന്നത്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡെറാഡൂണിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും ബൈക്കുകളൊക്കെ റെൻറ്റിന് ബൈക്കും കാറുകളും ഒക്കെ കിട്ടും. അതല്ല നിങ്ങൾ ബസ്സിനാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ പിൻ ബെന്നിൻ്റെ ആ ഒരു ഭംഗി എത്രത്തോളം ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഒരു ഹെയർ പിൻ ബെന്നിൻ്റെ അടുത്ത് ഒരു ചായക്കടയിൽ നിന്ന് ഞാനൊരു ചായയും മാഗി നൂഡിലൊക്കെ ഓർഡർ ചെയ്ത് ആ അസ്തമയ സൂര്യനെ അങ്ങനെ നോക്കി അതങ്ങനെ താഴ്ന്നു പോകുന്നത് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അവിടെയുള്ളൊരു സ്പോട്ടിൽ വന്നിരുന്നു. അതിൻ്റെ ഭംഗി, ആ ഒരു അസ്തമയ സൂര്യൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിക്കുകയാണ് കേട്ടോ. എൻ്റെ മാഗി നൂഡിൽസ് ഉണ്ടോ ആവി പറക്കുന്നു. നല്ല തണുപ്പാണ് ഇവിടെ, ഭയങ്കര രസമാണ് കേട്ടോ. ഈ വൈബ് നിങ്ങൾ ആസ്വദിക്കണമെങ്കിൽ ഇങ്ങോട്ടേക്ക് പോരും, മസൂരിയിലേക്ക്.
ബൈക്കുകളിലും ഓൺ വെഹിക്കിൾസിലും ഒക്കെ വരുന്നവർക്ക് മാത്രമേ ഈ ഒരു ഹെയർ പിൻ ബെൻഡിൻ്റെ ഈ ഒരു മലനിരകളുടെ ഭംഗി കുറച്ചു നേരം നിന്ന് ആസ്വദിച്ചിട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ കേട്ടോ. നിങ്ങൾ ബസ്സിലൊക്കെയാണ് വരുന്നതെങ്കിൽ അവരിങ്ങനെ ഇവിടെയൊക്കെ നിർത്തി നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഭംഗിയൊന്നും നിങ്ങൾക്ക് എത്രത്തോളം ആസ്വദിക്കാൻ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ നിങ്ങൾ പറ്റുമെങ്കിൽ ഡെറാഡൂണിൽ നിന്നൊക്കെ റെൻ്റൽ വെഹിക്കിൾസൊക്കെ കിട്ടും. ഇപ്പോൾ 600 രൂപയ്ക്ക് ചാർജുള്ളൂ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് നിങ്ങൾ ഈ മലനിരകളുടെ ഭംഗി ആസ്വദിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഭയങ്കര ഒരു എൻജോയ്മെൻ്റാണ്. എത്ര പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ ഭംഗി, ആ മലയുടെ ഭംഗി, മലകളുടെ ഭംഗികളൊക്കെ ആസ്വദിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു അവിസ്മരണീയമായ കൗതുകമുണർത്തുന്ന, എന്താ പറയേണ്ടത്, എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത് ഒന്നൊന്നും എനിക്കറിയില്ല. വളരെ നല്ല ഒരു അനുഭവമായിരിക്കും. അത്യാവശ്യം നല്ല തണുപ്പുള്ള സമയമാണ് കേട്ടോ. ഇവിടെ ഞാൻ കണ്ട വേറൊരു പ്രത്യേകത, ഇവിടെ ഒരുപാട് നായ്ക്കളുണ്ട്. അവർക്ക് സാധാരണ നാടൻ ഇനത്തിൽപ്പെട്ട നായ്ക്കൾക്ക് പോലും അത്യാവശ്യം ശരീരത്തിൽ നല്ല ഹെയറുകളുണ്ട്. എന്തോ ഇവിടുത്തെ തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ദൈവം അനുഗ്രഹിച്ച് നൽകിയതാണെന്ന് തോന്നുന്നു. കണ്ടോ, അങ്ങനെ അസ്തമയ സൂര്യൻ ഇങ്ങനെ അതിൻ്റെ ഒരു റെഡ് കിരണങ്ങൾ, എന്താ പറയുക, ആ കിരണങ്ങൾ ഇങ്ങനെ അസ്തമിച്ച് അങ്ങ് ദൂരേക്ക് പോകുന്നതുവരെ ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ ആസ്വദിച്ചു. എന്നിട്ട് മസൂരിയുടെ മുകൾ ഭാഗത്തേക്ക് അങ്ങോട്ടേക്ക് കയറി. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വന്നു. കാരണം ഞങ്ങൾക്ക് കൂടുതൽ സമയമില്ല അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനൊരു വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടി വന്നതുകൊണ്ട് എനിക്ക് തിരിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾക്ക് മസൂരി മുഴുവനായി എക്സ്പ്ലോർ ചെയ്യാനൊന്നും സാധിച്ചില്ല. പക്ഷേ സൂര്യൻ്റെ സൂര്യാസ്തമയം നന്നായി എൻജോയ് ചെയ്തു മലമുകളിൽ നിന്നും. പിന്നെ മലയുടെ ആ ഭംഗിയും കാര്യങ്ങളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഞങ്ങൾ മടങ്ങുകയാണ്. ആക്ച്വലി മസൂരി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരാഴ്ചത്തോളമൊക്കെ അനുഭവിച്ചറിയേണ്ട ഒരു മഹാസംഭവമാണ്. അതായത് ഒരു പ്രകൃതിയുടെ വരദാനം തന്നെയാണ്. ആക്ച്വലി ഇത് ദേവഭൂമിയാണ് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത്. ആ ദേവഭൂമി അനുഭവിച്ചറിയാൻ വേണ്ടി വീണ്ടും വരുമെന്ന വിശ്വാസത്തോടുകൂടി ഞങ്ങൾ ഇവിടുന്ന് മടങ്ങുകയാണ്. അതിമനോഹരമായ മസൂരിയിൽ